ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 90 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 9300 രൂപ എന്നുള്ള ഇൻട്രോഡക്ടറി പ്രൈസിംഗിലാണ് ഈ ഒരു ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 90 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ടെക്നോ സ്പാർക്ക് 90ൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ HD റെസൊല്യൂഷൻ ഈ ഫോണിൽ വരുന്നുണ്ട്. 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഇപ്പം HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഇപ്പം വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനൊക്കെ തന്നെയാണ് വരുന്നത്. ഏകദേശം 90.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ 9300 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ഫുൾ HD റെസൊല്യൂഷൻ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിന്റെ തിക്നെസ് വരുന്നത് 8.85 mm ആണ്. ഈ ഫോണിൽ IPX2 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekന്റെ helio G35 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാം. എന്തായാലും ബെസ്റ്റ് അല്ല. പിന്നെ ഈ ഫോണിൽ 4 GB റാം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുപോലെ തന്നെ 64 GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. LPDDR4Xന്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMMC സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 512 GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ DTS സറൗണ്ട് സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിംഗിൾ സ്പീക്കറെ ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ അവർക്ക് ആൻഡ്രോയിഡ് 12 സോഫ്റ്റ്വെയറിന് കൊടുക്കായിരുന്നു. എന്തായാലും ഇതിൽ ഇപ്പം ആൻഡ്രോയിഡ് 11 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ 1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സൽ ഒരു സെൻസറും മൂന്നാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ തന്നെ 18 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. അതുമാത്രമല്ല ബോക്സിൽ തന്നെ ചാർജർ വരുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഈ ഫോണിന്റെ വില വരുന്നത് 9299 രൂപയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻട്രോഡക്ടറി പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു പ്രൈസ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് അല്ല. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ വില കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഒരു 500 രൂപയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടിയേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇല്ല. കറക്റ്റ് പ്രൈസിംഗ് എത്രയാണ് എന്നുള്ള കാര്യം ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് 6 മുതലാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയാണ് ഈ ഫോണിന്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ സ്പാർക്ക് 90 എന്ന ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അതുപോലെ തന്നെ ബോക്സിൽ 18 വാട്ടിന്റെ ചാർജർ കിട്ടുന്നതും പിന്നെ ഫുൾ HD റെസൊല്യൂഷനൊക്കെ വരുന്നത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ തരക്കേടില്ലാത്ത പ്രോസസ്സറും തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 500 രൂപയും കൂടി കൂടിയാലും ഈ ഒരു ഫോണ് തരക്കേടില്ലാത്തൊരു ഫോണായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നും പറയാവുന്നതാണ്. എന്തായാലും ടെക്നോ സ്പാർക്ക് 90 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.